നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഓരോ ആപ്പിന് വേണ്ടിയിട്ടും പെർമിഷൻസ് കൊടുക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ പെർമിഷൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ മൊബൈൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓരോ ആപ്പിന് കൊടുക്കുന്ന പെർമിഷനും അവർക്ക് നമ്മുടെ ഗാലറിയും കോൺടാക്റ്റും നമ്മുടെ മൈക്രോഫോണും ക്യാമറയും വരെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ ആപ്പിനും അതായത് പെർമിഷൻസുകൾ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പാണോ എന്ന് കണ്ടെത്താൻ വളരെ ഈസി ആയിട്ടൊരു സൗകര്യം പ്ലേ സ്റ്റോറിലുണ്ട്. നമ്മൾ ഓരോ ആപ്പിനും കൊടുക്കുന്ന പെർമിഷൻ നമുക്കത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നും ഇനി ആ ഒരു പെർമിഷൻ ആവശ്യമില്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ പ്ലേ സ്റ്റോർ തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് സെറ്റിങ്സ് നോക്കാം, വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്, മൊബൈലിൽ ഒരുപാട് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഏതാണ് ഫീച്ചർ നോക്കാം, വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് മാനേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഈ മാനേജ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഇവിടെ ഈ റീസെൻ്റ്ലി അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം മോസ്റ്റ് യൂസ്ഡ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാ സമയത്തും ഉപയോഗിക്കുന്ന ആപ്പ് കാണാം. ലീസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ളത് കാണാം. റീസെൻ്റ്ലി യൂസ്ഡ് അടുത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പും കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ലീസ്റ്റ് യൂസ്ഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏകദേശം ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തോളമൊക്കെ ആയിട്ട് ഉപയോഗിക്കാത്ത ആപ്പുകളാണ് ഇതെല്ലാം. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ലീസ്റ്റ് യൂസിലേക്ക് വെച്ചിട്ട് ഇവിടെ ഈ ആപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ ഫോൺ നിങ്ങൾ ഉപയോഗിച്ചിട്ട് പോലുമില്ലാത്ത 3 മാസമോ 4 മാസമോ ആയിട്ട് തുറന്നു നോക്കാത്ത ആപ്പുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ഓരോ ആപ്പ് നമ്മളിപ്പോൾ ഈ ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഐ ബട്ടൺ കാണും, മുകളിലോ താഴെയായിട്ട് ചില ഫോണിൽ ഐ ബട്ടൺ എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഐക്കൺ മാത്രമാണ് കാണുന്നത്. ആ ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പെർമിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ, ഈ പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ആയിട്ട് താഴെ കാണുന്ന ഭാഗത്ത് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ് ഈ പൗസ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളത്. നിങ്ങൾക്ക് ഓരോ ആപ്പും വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു ഭാഗം ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്താലുള്ള ഗുണം ഇവിടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ് എന്ന്. നമ്മൾ 3 മാസത്തോളമായിട്ട് ഉപയോഗിക്കാത്ത ആപ്പുകളുണ്ടെങ്കിൽ അതിലേക്കുള്ള എല്ലാ പെർമിഷൻസും പ്ലേ സ്റ്റോർ തന്നെ റിമൂവ് ചെയ്യും. ഇവിടെ റിമൂവ് പെർമിഷൻസ്, ഡിലീറ്റ് ടെമ്പററി ഫയൽസ് എന്നുള്ള കാണാൻ സാധിക്കും. സ്റ്റോപ്പ് നോട്ടിഫിക്കേഷൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യും. പ്ലേ സ്റ്റോർ ഇതിനകത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ പെർമിഷൻ ഓഫ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അതുപോലെ നമുക്ക് ഈ ഒരു ആപ്പിലേക്കുള്ള മറ്റു ടെമ്പററി ഫയലുകളൊക്കെ പ്ലേ സ്റ്റോർ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. ഈ ആപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കാൻ സാധ്യതയുള്ള നമ്മൾ ഉപയോഗിക്കാത്ത പല എഡിറ്റിംഗ് ആപ്പുകളും അതുപോലെ തന്നെ പല തേർഡ് പാർട്ടി ആപ്പുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അത്തരം ആപ്പുകളിലേക്കുള്ള പെർമിഷൻസൊക്കെ നമ്മൾ കൊടുക്കും. കാരണം ആ ഒരു ആപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണം. അപ്പോൾ പെർമിഷൻ നമ്മൾ കൊടുക്കും. പക്ഷേ ആ ആപ്പ് നമ്മൾ 3 മാസത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോർ തന്നെ നിങ്ങളുടെ പെർമിഷൻസൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കും. അപ്പം വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.